ഇല്ല. നാം ചിന്തിച്ചു വന്നത് ബാധ വരാതിരിക്കാൻ ഉള്ള കാരണങ്ങളാണ്. ബാധ വരാനുള്ള കാരണം ഇന്നലെ രാത്രി ചിന്തിച്ചു. ലേവ്യ പുസ്തകം 26-ാം അധ്യായത്തിന്റെ 14 മുതൽ 21 വരെയും ആവർത്തന പുസ്തകം 28-ാം അധ്യായത്തിന്റെ 58 മുതൽ 62 വരെയുള്ള തിരുവെഴുത്തുകൾ പഠിക്കുമ്പോൾ ബാധ വരാനുള്ള കാരണം അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്നെ കേൾക്കുന്ന ദൈവമക്കൾക്കും പ്രിയപ്പെട്ടവർക്ക് ആർക്കും ഒരു ബാധയും വരരുത്. വ്യക്തിപരമായിട്ട് ഒരു ബാധ ഉണ്ടാകരുത്, കുടുംബത്തിനകത്തും ബാധ ഉണ്ടാകരുത്. സ്തോത്രം. ദേശത്ത് നിങ്ങൾ പാർക്കുന്നിടത്തും ബാധ വരരുത്. സ്തോത്രം. ഈ ബാധ ഒഴിപ്പിക്കുന്ന ചില ആൾക്കാരുണ്ട്. സ്തോത്രം. ബാധ ഒഴിപ്പിക്കുക എല്ലാം ശുദ്ധ തട്ടിപ്പാണ്. സ്തോത്രം. ആരെങ്കിലും പ്രാർത്ഥിച്ചാൽ ബാധ മാറും, അങ്ങനെ ചിന്തിക്കണ്ട. പുള്ളി പ്രാർത്ഥിച്ച ബാധ മാറും. പുള്ളി പ്രാർത്ഥിക്കുന്നുള്ള നീ ക്രമീകരണത്തിൽ വന്നെങ്കിലേ ബാധ മാറും. പ്രാർത്ഥിക്കാൻ വരുന്ന പുള്ളിയുടെ വീട്ടിൽ ബാധയാ. പുള്ളിയോട് പേഴ്സണലി വിളിച്ച പാസ്റ്റർ എന്നെ കൊണ്ട് വെച്ചിട്ട് വലിയ പ്രശ്നത്തിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുക. പണ്ട് ഞങ്ങളുടെ മാമി പറയും പോലെ ഓർക്കുമ്പോ സഹിക്കാം, പിന്നെ സഹിക്കാൻ മേലാത്ത. ഓർക്കുമ്പോ സഹിക്കാം, പിന്നെ സഹിക്കാൻ മേല. ഈ പ്രാർത്ഥിക്കാൻ നടക്കുന്നവരുടെ വീട്ടിൽ തന്നെ എന്തെല്ലാം പ്രശ്നമാണ്. ബാഗും തൂക്കി രാവിലെ ഇറങ്ങുന്ന പ്രവാചികമാരുണ്ട്. അവരെ നിങ്ങൾ വ്യക്തിപരമായിട്ട് മുഴുവൻ പ്രശ്നമുള്ളതുകൊണ്ടാ കുടുംബത്തിരിക്കാത്ത. അത്ര നേരമെങ്കിലും മനസ്സിന് ഞാൻ പേരൊന്നും പറയുന്നില്ല. നമ്മൾ ആരും പ്രാർത്ഥിക്കുന്നതിന്റെ ശക്തി കണ്ടല്ല ബാധ മാറുന്നത്. ഒന്ന് ബാധ വരാതിരിക്കാൻ നോക്കിക്കോണം ദൈവമക്കൾ. സ്തോത്രം. പേരൊന്നും ഞാൻ പറയത്തില്ല. വലിയ കെടികെട്ടിയ പ്രവാചകയായിരുന്നു. പക്ഷേ എല്ലാവരുടെ കാര്യം വെളിപ്പെടുമായിരുന്നു. സ്വന്തം മോടെ കാര്യം വെളിപ്പെട്ടില്ല. മോളൊരു സന്ധ്യക്ക് ഓട്ടോയിൽ കയറി അങ്ങ് പോയി. വേറൊരു മോള് അങ്ങ് പോയി. അത് ഇപ്പൊ അത്രയൊക്കെ പറയുന്നുള്ളൂ. ബാക്കി എല്ലാവരുടെയും കാര്യം വെളിപ്പെടുമായിരുന്നു, അത് മാത്രം വെളിപ്പെട്ടില്ല. പിന്നെ നമുക്ക് വാക്യമുണ്ട്, എലീശയുടെ കാലത്ത് പറഞ്ഞില്ലേ, യഹോവ എനിക്ക് കാര്യം മറച്ചു വെച്ചു. അങ്ങനെയൊക്കെ തടി തപ്പാം. എനിക്ക് അറിവുള്ളൊരു സഹോദരി ഉണ്ടായിരുന്നു. അത് സ്ഥലമൊന്നും പറയുന്നില്ല. സംഭവങ്ങൾ നടന്നു കഴിയുമ്പോൾ പറയും ദൈവം എനിക്ക് വെളിപ്പെടുത്തിയാന്ന്. എന്നാൽ നേരത്തെ പറയണ്ടേ? ആ നാട്ടിൽ ആരെയും മരിച്ചു കഴിഞ്ഞാൽ പറയാം ദൈവാത്മാവ് നേരത്തെ പറഞ്ഞ. എന്നാൽ നേരത്തെ പറഞ്ഞു അവിടെയൊക്കെ ചെല്ലണ്ടേ? ഇന്ന വിഷയമുണ്ട്, പ്രാർത്ഥിക്കണം, ദൈവം എന്നോട് ഇങ്ങനെ അറിയിച്ചു, നമുക്ക് പ്രാർത്ഥിക്കാം. അതല്ലേ എന്റെ മര്യാദ. എല്ലാം സംഭവം നടന്നു കഴിയുമ്പോൾ പറഞ്ഞ് ഇതൊക്കെ ദൈവം എന്നോട്. ഈ പിച്ചും ഭ്രാന്തും പറഞ്ഞു നടക്കുന്നത് ധാരാളമുണ്ട്. ഇങ്ങനെ കണ്ടമാനം നടക്കുന്നതിനൊന്നും വിളിച്ച് വീട്ടിൽ കയറ്റരുത്. അങ്ങനെ കയറിയാൽ തന്നെ അതൊരു ബാധയാണ്. പിന്നെ അത് പോകുകയില്ല. കൂടെ കൂടെ വന്നുകൊണ്ടിരിക്കുക. നമുക്ക് ദിനചര്യ പോലും ചെയ്യാൻ കുളിക്കാൻ കയറിയപ്പോഴാ ബാധ വന്നത്. ചെല്ല് വർത്താനം തുടങ്ങിയാൽ നിർത്തുകയില്ല. നമുക്ക് ഒരു കാര്യവും ചെയ്യാൻ ഒക്കത്തില്ല. വളരെ ശ്രദ്ധിക്കണം. അതെ, നമ്മുടെ വിഷയത്തിൽ വന്ന് പെട്ടെന്ന് നിർത്താം. അപ്പോൾ ബാധ വരാതിരിക്കാനുള്ള കാരണമാ നമ്മൾ ഇന്നലെ ചിന്തിച്ചത്. 5 കാര്യം ഇന്നലെ നമ്മൾ ചിന്തിച്ചു. ഒന്ന്, കുഞ്ഞാടിന്റെ രക്തം തളിക്കണം ബാധ വരാതിരിക്കാൻ. അത് പുറപ്പാട് പുസ്തകം 12-ാം അധ്യായം പഠിക്കുമ്പോൾ കുഞ്ഞാടിന്റെ രക്തം തളിക്കണം. 2, ദൈവത്തിന്റെ കൽപ്പനകളും ചട്ടങ്ങളും ശ്രദ്ധയോടെ കേട്ട് അനുസരിക്കണം. പുറപ്പാട് പുസ്തകം 15-ാം അധ്യായത്തിന്റെ 26-ാമത്തെ വാക്യമാണ്. 3, സങ്കേത നഗരം വിട്ട് പോകരുത്. നമ്മുടെ സങ്കേതം യേശുവാണ്. സ്തോത്രം. അവിടുന്ന് നമ്മുടെ സങ്കേതം. യേശുവിനെ ഉപേക്ഷിച്ച് യേശുവിനെ വിട്ട് നീ എങ്ങും. അതിന്റെ വാക്യമാണ് സംഖ്യാ പുസ്തകം 35-ാം അധ്യായത്തിന്റെ 1 മുതൽ 25 വരെ ആ കാര്യം രേഖപ്പെടുത്തി. 3, വേർപാട് ആചരിക്കണം. സംഖ്യാപുസ്തകം 23-ാം അധ്യായത്തിന്റെ 9-ാമത്തെ വാക്യം പഠിക്കുമ്പോൾ ഇതാ തനിച്ചു പാർക്കുന്ന ജനം ജാതികളുടെ കൂടെ. അത് വേർപാട്. ബാധ വരാതിരിക്കാൻ വേർപാട് ആചരിക്കണം. കാണുന്നിടത്തെല്ലാം പോയി തലയിട്ട് കാണുന്നതും കണ്ടതും എല്ലാം മേടിച്ച് കഴിച്ച്
കിറിയും തൂത്ത് ഞായറാഴ്ച പമ്മി വന്ന് സഭായത്തിന് ഇരിക്കുക. നേർച്ച സാധനം മേടിച്ചു തിന്ന്, അരവണപ്പായസം തിന്ന്, മലരും കഴിച്ചു, അവലും കഴിച്ചു. അങ്ങനെയൊക്കെയുള്ള പെന്തിക്കോസുകാരുണ്ട്. കഴിക്കുന്നവർ കഴിച്ചോട്ടെ, ഞാൻ പെന്തിക്കോസുകാരുടെ കാര്യമായി പറയാൻ. സ്തോത്രം. വളരെ സൂക്ഷിക്കണം, വേർപാട് നല്ലതുപോലെ ആചരിക്കണം. പിള്ളേരെ ഒരിക്കൽ ഡാൻസിനും വിട്ട് യൂത്ത് ഫെസ്റ്റിവലിന് അവള് നന്നായിട്ട് കളിക്കും പാസ്റ്ററെ. അവള് നന്നായിട്ട് ഡാൻസ് കളിക്കും. കണ്ണുമൊക്കെ എഴുതി പൊട്ടുമൊക്കെ തൊട്ട് മറുകുമൊക്കെ തൊട്ട് അവിടെ ചിലങ്ക ഇപ്പോഴും ഞങ്ങളെടുത്ത് വെച്ചിട്ടുണ്ട്. പലപ്പോഴും ഞാനും വന്ന് അമ്മ പറയുന്നതാണ്, പെന്തിക്കോസുകാര് ഇതൊന്നും ചെയ്യരുത്. ഞാൻ പെന്തിക്കോസുകാരുടെ കാര്യമായി പറഞ്ഞു. മറ്റുള്ളവരെ ചെയ്യുന്നെങ്കിൽ അവർക്ക് അതിന്റെ പ്രമാണം അറിയത്തില്ല, നമുക്ക് പ്രമാണമുള്ളതാ. സ്തോത്രം, സ്തോത്രം. കർക്കശമായി വേർപാട് പാലിക്കണം. വേർപാട് ആചരിച്ചില്ലെങ്കിൽ ബാധയുണ്ടാകും. ദൈവത്തിന് മഹത്വം. അടുത്തത് 5 നമ്മൾ ഇന്നലെ ചിന്തിച്ച വീടിന് പുറത്തിറങ്ങരുത്. ഏത് വീടെന്ന് ചോദിച്ചാൽ, കുഞ്ഞാടിനെ അബീബ മാസം 14-ാം തീയതി സന്ധ്യാസമയത്ത് അറുത്ത് രക്തത്തളി ആചരിച്ചിരിക്കുന്ന വീടുണ്ട്. ആ വീടിന് പുറത്തിറങ്ങി പോകരുത്. കുഞ്ഞാടിന്റെ രക്തം ആ വീടിന് അമ്മ തേച്ചിരിക്കുക, തളിച്ചിരിക്കുക. ആ വീട് വിട്ട് പുറത്ത്, പുറപ്പാട് പുസ്തകം 12-ാം അധ്യായത്തിന്റെ 22 മുതൽ 22, 23 വാക്യങ്ങളിൽ ആ ഭാഗം കിടപ്പുണ്ട്. വീടിന് പുറത്ത് ഇറങ്ങരുത്. നമ്മൾ ഇന്നലെ ചിന്തിച്ചത്, നമ്മോടുള്ള ബന്ധത്തിൽ ദൈവസഭ ഒരു വീടാണ്. ഇതിന് വെളിയിൽ നീ പോകരുത് എന്ന് പറഞ്ഞാൽ നീ സഭയ്ക്കകത്ത് നിൽക്കണം. ഈ സഭയിൽ ദൈവം നിന്നെ കൊണ്ടുവന്നത് ഈ സഭയ്ക്കകത്ത് നിൽക്കണം എന്ന് ഞാൻ പറയുമ്പോൾ നിങ്ങൾ ഓർക്കുന്ന തിരുവല്ല ഹെബ്രോൻ ചർച്ച് തന്നെ മരണം വരെ നിൽക്കണം. അങ്ങനെ നിങ്ങൾക്ക് ചിന്ത വേണ്ട. എടാ പുള്ളി നമ്മളെ വട്ടം പൂട്ടുകയാണല്ലോ, അങ്ങനൊന്നും വേണ്ട. നിങ്ങൾക്ക് ഏത് സമയം വേണേലും ഇവിടുന്ന് തിരിച്ചു പോവാം. അങ്ങനെ പോയവർ ഒത്തിരി പേരുണ്ട്, ഇനിയും ചിലര് പോവും. കർത്താവ് അന്ത്യത്താഴത്തിന് പറഞ്ഞല്ലോ, നിങ്ങളൊരുത്തൻ എന്നെ അപ്പൊ ഞാനോ എന്ന് പറഞ്ഞ പോലെ നിങ്ങൾ ഇപ്പൊ അങ്ങോട്ട് ചോദിക്കണ്ട, പോകുമെന്നുള്ളത് എഴുതി ഞാൻ ഒപ്പിട്ട് തരാം. സ്തോത്രം, സ്തോത്രം. ഞാൻ ഉദ്ദേശിച്ചത് തിരുവല്ല ഹെബ്രോൻ ചർച്ചിൽ നിങ്ങളുടെ ആയുസ് മുഴുവൻ നിൽക്കുന്ന കാര്യം അല്ലി പറഞ്ഞത്. ദൈവസഭ, രക്ഷിക്കപ്പെട്ടവരുടെ കൂട്ടം ആ ദൈവസഭ. ആ സഭ വിട്ട് നീ പുറത്തു പോകരുത്. ആ സഭ വിട്ട് നീ പുറത്തു പോയാൽ ബാധയേക്കും. ഇപ്പൊ സാഹചര്യം കൊണ്ട് വേറെ ഇടങ്ങളിൽ പോയി ആരാധിക്കുന്നവരുണ്ട്. നമ്മൾ അതിന് കുറ്റമൊന്നും പറയാനൊക്കത്തില്ല. ഇത്രയും ദൂരം വരുന്നത് ചിലർക്ക് ബുദ്ധിമുട്ട്, ചിലർക്ക് പിന്നെ ഇവിടുത്തെ ചിട്ട ഇഷ്ടപ്പെടുകയല്ല. അങ്ങനെ ചിലര് പോകുന്നവര് അവിടെ പല ബുദ്ധിമുട്ടാ. നമ്മൾ ഉദ്ദേശിച്ച പോലൊന്നും അല്ല. ഇവിടെ എന്തുവാ ഉദ്ദേശിച്ചത്? നമ്മളിവിടെ വന്ന് ദൈവത്തെ ആരാധിക്കാൻ വന്ന, ഇവിടെ ആരാധനയും പ്രാർത്ഥനയും മുറയ്ക്ക് വേറെ വല്ല ഉദ്ദേശം ഉണ്ടാകും നടക്കത്തുമില്ല. ഇവിടെ ആരാധന, പ്രാർത്ഥന, വചനധ്യാനം, ഇതാ ഇവിടുത്തെ ഉദ്ദേശം. ഇതിനപ്പുറം വേറെ ഉദ്ദേശമില്ല. അപ്പൊ ഇത് യോജിക്കാൻ പറ്റാത്ത ആൾക്കാര് മറ്റ് സഭകളിൽ അത് നമുക്ക് എതിരുമില്ല. സ്തോത്രം. അവിടെ ഞായറാഴ്ച വെള്ളവസ്ത്രം മാത്രമേ ഒരു പുള്ളി ഒന്നാമത് ഒരു വിവരമില്ലാത്ത ആളായതുകൊണ്ട് വായി വരുന്നത് എന്തും പുള്ളി വിളിച്ചു പറയും. പിന്നെ ഞങ്ങൾ അങ്ങ് സാധിച്ചിരിക്കുന്നേ അങ്ങനൊന്നും ഇരിക്കരുത്. ഞാൻ അന്ന് ആ ഫ്രണ്ടിലത്തെ ഷട്ടർ ഞായറാഴ്ച പൊക്കിയാ വെച്ചേക്കുന്നത്, ഇപ്പുറത്തെ കതക് തുറന്നിട്ടിരിക്കുക. ആ സ്റ്റേജിന്റെ സൈഡിൽ 2 കതകുണ്ട്, അപ്പുറം ഇപ്പുറം എല്ലാം തുറന്ന് ഇട്ടിരിക്കുക. നിങ്ങൾക്ക് ഏത് സമയത്ത് ഏത് വാതിൽ കൂടെ വേണേലും പോകരുത് എന്ന് പറഞ്ഞ് പുറകെ ആരും വരികയില്ല. പണ്ട് പറഞ്ഞ വാകുരിയ, വരുകുരിയ, വാദപ്പടിമേൽ ഇരുകുരിയ, പാല് തരാം, ചോറ് തരാം, കല്യാണത്തിന് അങ്ങനെ വരുത്തുമില്ല. നാളെ ഒരു അവസരം എവിടെ വെച്ചാലും കണ്ടാ ഞാൻ മിണ്ടുകയും ചെയ്യും, എന്നോട് മിണ്ടിക്കോണം. അല്ലെ എന്നെ കാണുമ്പം മാടക്കടയുടെ സൈഡ് ചേർന്നത് ഞാൻ പോയി വന്ന് പിന്നെ തപ്പി എന്നെ കണ്ട. ഈയിടെ ഒരു സമയത്ത് ഞങ്ങള് വണ്ടിയെല്ലാം കൊണ്ട് പോയപ്പോ നമ്മുടെ ഇവിടെ നേരത്തെ പോയ സഹോദരൻ ഞങ്ങളെ കണ്ടുകൊണ്ട് പുള്ളിപ്പാമ്പ്, ഞാൻ വണ്ടി ചേർത്ത് വണ്ടിയിലോട്ട് കയറാൻ പറഞ്ഞു. എവിടെ പോകാനാന്ന് ചോദിച്ചു. പിന്നെ പുള്ളിക്ക് അങ്ങ് പേപ്പർ കയറ് കയറ്റി അവിടെ കൊണ്ടിറക്കും. അതിനെ ഇത് വൈരാഗ്യത്തിന്റെ മാർഗമല്ലെന്ന്, ഇത് സ്നേഹത്തിന്റെ മാർഗമാണ്.
സ്തോത്രം, സ്തോത്രം. വേറെ ദിവസം ഞങ്ങൾ യാത്ര ചെയ്തപ്പോൾ ഇവിടെ നേരത്തെ നമ്മുടെ കൂടെ കൂട്ടാൻ ഒരു സഹോദരനെ കണ്ടോണ്ട് ഇങ്ങനെ വെട്ടി. ഞാൻ വെട്ടുകയല്ല, കാരണം നമ്മൾ ആവശ്യമില്ലാത്തൊന്നും ചെയ്യുന്നില്ലല്ലോ. പിന്നെ വെട്ടേണ്ട കാര്യം ആവശ്യമില്ലാത്ത ഞാൻ പറയത്തുമില്ല. ഈ പറയുന്നവർക്കും ചെയ്യുന്നവർക്കും കാണുമ്പം എനിക്ക് ഒരു വെട്ടലുമില്ല. ഞാൻ ചോദിച്ചു, പണ്ട് പാസ് ചെയ്ത് കഴിഞ്ഞാൽ പണ്ട് പുറകോട്ട് എന്തുകൊണ്ട് വിശേഷം? കുഴപ്പമില്ല. ഇത് സ്നേഹത്തിന്റെ ആത്മാവല്ലേ? സ്തോത്രം. ഇത് സ്പർദ്ധയുടെ ആത്മാവല്ല. സ്തോത്രം. പാട്ട് പാടിയാ പോരാ. ഏത് പാട്ട്? സ്നേഹത്തിലൂടെ എല്ലാം. ആ രണ്ടു വരി എടുത്താൽ മതി. സ്നേഹത്തിലൂടെയല്ല. അങ്ങനെ തന്നെയാണോ കാണുന്നത്? നിങ്ങൾ ചിന്തിക്കുക. ഞാൻ തിരിഞ്ഞു നിൽക്കട്ടെ ചില നേരം. രണ്ട്, സ്നേഹത്തിൽ തന്നെയല്ല ചെയ്യുവാൻ. അങ്ങനെയാണോ ചെയ്യുന്നത്? അത് നിങ്ങൾ ചിന്തിക്കുക. ഒരു ഗ്ലാസ് വെള്ളം കൊടുക്കുക, സ്നേഹത്തോടാണ്. മനുഷ്യൻ ഇരിക്കാൻ പോലും അനുവദിക്കുക. അങ്ങനെയാണോ ചെയ്യുന്നത്? ഒരു നേരം ഭക്ഷണം കൊടുക്കുന്നു. ബാ. നിങ്ങൾ എന്ത് ചെയ്താലും അങ്ങനെ ചെയ്യണം. സ്തോത്രം. ഒരാളെ വീട്ടിൽ ക്ഷണിച്ചാൽ, അദ്ദേഹത്തെ ഭക്ഷണം കൊടുത്താൽ, അദ്ദേഹത്തോട് ഇടപെടുമ്പോൾ, ഒരു വീട്ടിൽ ചെല്ലുമ്പോൾ, സഭയിൽ രണ്ടുപേർ തമ്മിൽ കൂടുമ്പോൾ, കൈ കൊടുക്കുമ്പോൾ എല്ലാം സ്നേഹത്തിലായിരിക്കണം. അതാ ദൈവം ഇഷ്ടപ്പെടുന്നത്. ആരറിവോ ആയിരം നാവുണ്ടെന്നാലും ഞാനിതു ചൊൽവതിനാമോ ഏതു മരം ഉരച്ചിടുവാൻ പരിധിലാർക്കെഴുതോ ഏതു മരം ചമുരച്ചിടുവാൻ പരിധിലാർക്കെഴുതോ സ്നേഹമിതാശ്ചര്യമേ ഓ അതിശയമേ ഓ ക്ഷോണിതനേ ഞാനെന്നും ഈ ദിവ്യ സ്നേഹ കരമുയർത്തി ദൈവത്തിന് മഹത്വം കൊടുക്കാം. അപ്പൊ ശ്രദ്ധിക്കുക, ദൈവ സഭയാകുന്ന ഈ ഭവനം വിട്ട് പുറത്തറ. അതാണ് അഞ്ചാമത്തെ പോയിന്റ്. ആറാമത്, ബാധ വരാതിരിക്കാൻ എന്തോ ചെയ്യാം. ഒറ്റ വാക്യം പറയാം, പാളയം വെടിപ്പുള്ളതായിരിക്കണം. ആവർത്തന പുസ്തകം 23-ാം അധ്യായത്തിന്റെ 14-ാമത്തെ വാക്യം വായിച്ചാട്ടെ. നിന്റെ ദൈവമായ യഹോവ നിന്നെ രക്ഷിപ്പാനും ശത്രുക്കളെ നിനക്ക് ഏൽപ്പിച്ചു തരുവാനും നിന്റെ പാളയത്തിന്റെ മധ്യേ നടക്കുന്നു. നിങ്ങൾ വൃത്തികേട് കണ്ടിട്ട് അവൻ നിന്നെ വിട്ട് അകലാതിരിപ്പാൻ നിന്റെ പാളയം ശുദ്ധിയുള്ളതായിരിക്കണം. ഈ വാക്യത്തിന്റെ വെളിച്ചത്തിൽ ഇങ്ങനെ അങ്ങ് ചിന്തിച്ചോ, അവൻ ബാധ വരാതിരിക്കാൻ പാളയം വെടിപ്പുള്ളതായിരിക്കണം എന്ന് പറഞ്ഞാൽ, നാം പാർക്കുന്നിടത്ത് പാളയത്തിൽ വൃത്തികേടൊന്നും, അത് ശരീരത്തിലും കുടുംബത്തിനകത്തും ആത്മീയ നിലവാരത്തിലും. സ്തോത്രം. ഞാൻ എപ്പോഴും പറയും, ദൈവത്തെ ആരാധിക്കുമ്പോൾ വീറും വൃത്തിയായിട്ട് വേണം ആരാധിക്കാൻ. ശുചിത്വം അത് അത്യാവശ്യമാണ്. നല്ലതുപോലെ ശുചിത്വം പാലിച്ചിരിക്കണം ദൈവമക്കൾ. നാം പാർക്കുന്ന ഭവനവും പരിസരവും, നാം ആരാധിക്കുന്ന ആലയവും പരിസരവും, നാമും എല്ലാം വെടിപ്പായിരിക്കണം. ഞാൻ കഴിഞ്ഞ ദിവസവും പറഞ്ഞല്ലോ, ആരാധനയ്ക്ക് വരുമ്പോഴാണ് ഏറ്റവും യോഗ്യമായ വസ്ത്രം ധരിക്കേണ്ടത്. ഇത് ഞായറാഴ്ച പറയുന്ന ഈ ഷർട്ട് ഇത് കഴിഞ്ഞ ആഴ്ചയൊക്കെ ഇട്ട, ഞായറാഴ്ചയും കൂടെ ഇട്ടുകൊണ്ട് തിങ്കളാഴ്ച നമുക്ക് കഴുകാം. നിങ്ങൾക്ക് മനസ്സിലായിരുന്നില്ലേ? ഇത് കഴിഞ്ഞ കല്യാണത്തിനൊക്കെ ഉടുത്തടാ, എന്നാ ഇത് ഞായറാഴ്ചയും കൂടെ ഉടുത്തേച്ച്, ഏതായാലും കഴുകണമല്ലോ. മിണ്ടുന്നില്ല ആരും.
ഏനാന്നും എല്ലാരും പമ്മന്നേ. ഞായറാഴ്ച ആയിരിക്കണം ഏറ്റവും യോഗ്യമായിട്ട് വരേണ്ടത്. അപ്പൊ പാർക്കുന്ന ഭവനവും പരിസരവും ആരാധിക്കുന്ന ആലയമെല്ലാം വെടിപ്പായിരിക്കണമെന്ന്. ഇത് ആത്മീക വൃത്തി മാത്രമല്ല, ഭൗമികമായ വൃത്തിയും അത് അത്യാവശ്യമാണ്. അവിടെ പാളയം വെടിപ്പാകണം. കാരണം രണ്ട് കാര്യത്തിനാ ദൈവം പാളയത്തിലോട്ട് വരുന്നത്, നിന്റെ മധ്യ നടക്കുന്നത്. ഒന്ന്, നിന്നെ രക്ഷിക്കാൻ. രണ്ട്, ശത്രുവിന്റെ കയ്യിൽ നിന്ന് നിന്നെ വിടുവിപ്പാൻ. അങ്ങനെ രണ്ട് കാര്യത്തിന് സർവജ്ഞനായ ദൈവം നമ്മുടെ മധ്യേ നടകൊള്ളുമ്പോൾ ആ പാളയത്തിൽ വൃത്തികേടൊന്നും കാണരുത്. സ്തോത്രം. ഞാൻ എപ്പോഴും പറയും, ചെറിയ വീടാണെങ്കിലും വലുതാണെങ്കിലും അത് ഓരോരുത്തരുടെ സാഹചര്യത്തിൽ ദൈവം തരുന്ന ഉള്ളത് നീറ്റ് ആയിരിക്കണം. 5-6 മുറി പണിത് വെച്ച് തൂക്കാൻ തുടക്കിയില്ലെങ്കിലോ? ഈ സഭയിലെ ഏറ്റവും വലിയ വീട് ഞങ്ങളുടെ വീടാ. മേലോട്ട് കയറാൻ മേല, മാറാലയും ചുക്കിലി. സ്തോത്രം. സ്റ്റെയർ കേസ് കൂടെ കയറിയപ്പോ ഇവിടെ മുഴുവൻ ചെളി. ഞാൻ പറഞ്ഞ മനസ്സിലാകുന്നുണ്ടോ? നിനക്ക് ഒരു മുറിയെ ഉള്ളെങ്കിലും അത് ചിലപ്പോ ഓലപ്പരയായിരിക്കും, മതി. അത് വൃത്തിയുള്ളതായിരിക്കണം. ഈ വൃത്തികേടായി കിടക്കുന്നിടത്ത് ദൈവസാന്നിധ്യം ഉണ്ടാകുകയല്ല. ഉണ്ടാകുകയല്ല. ചുമ്മാ കുഴഞ്ഞു കിടക്കുന്നിടത്തിൽ അങ്ങ് പ്രാർത്ഥിക്കുക. തൂക്കുകയില്ല, വാരുകയില്ല, തുടക്കുകയില്ല, തേക്കുകയില്ല, വെഴുകയില്ല, ഒന്നും ചെയ്യുകയില്ല. അവിടെ കിടന്ന് കുളിക്കുകയില്ല. ദൈവം വരികയല്ല. ദൈവം അങ്ങനെ വരുന്ന ആളല്ല. ആട്ടെ, ഞാൻ നിങ്ങളുടെ മുഖത്ത് ചിലർക്കൊരു മ്ലാനത പോലെ വരുന്നു. അതുകൊണ്ട് ഈ കാത്തിരിപ്പ് യോഗത്തിന് വന്നൊരു സങ്കടത്തോടെ തിരിച്ചു പോകണ്ട. ബാധ വരാതിരിക്കാൻ ചെയ്യേണ്ട കാര്യം, പാളയം വെടിപ്പുള്ളതായിരിക്കണം. സ്തോത്രം. പാർക്കുന്ന ഇടവും ആരാധിക്കുന്ന സ്ഥലവും എല്ലാം വെടിപ്പായിരിക്കണം. അങ്ങനെ ഉള്ളിടത്തെ ദൈവസാന്നിധ്യം വിളി. രണ്ട് കാര്യത്തിനാ ദൈവം വരുന്നത്. ആമേൻ, സ്തോത്രം. ഒന്ന്, ആമേൻ നിന്നെ രക്ഷിക്കാൻ. രണ്ട്, ശത്രുവിന്റെ കയ്യിൽ നിന്ന് നമ്മെ രക്ഷിക്കുവാൻ. അങ്ങനെ ദൈവം നമ്മുടെ പാളയത്തിന്റെ മധ്യേ, നാം പാർക്കുന്ന മധ്യേ വരുമ്പോൾ അവിടെ എല്ലാം വെടിപ്പായിരിക്കണം. സ്തോത്രം. ആട്ടെ, ഞാന് അധികം വിവരിക്കുന്നില്ല, വേഗത്തില് അങ്ങ് നിർത്താം, സമയത്തെ ഭയപ്പെടുന്നു. സ്തോത്രം. 7, ബാധ വരാതിരിക്കാൻ വീണ്ടെടുപ്പിന്റെ വില കൊടുക്കണം ദൈവമക്കൾ. ഇസ്രായേലിനോട് ബന്ധപ്പെട്ട് ദൈവം പറഞ്ഞു, എല്ലാവരും വീണ്ടെടുപ്പിന്റെ വില കൊടുക്കണം. വായിച്ച പുറപ്പാട് പുസ്തകം 30-ാം അധ്യായത്തിന്റെ 12-ാം വാക്യം വായിച്ച പുറപ്പാട് 30-12. ഇസ്രായേൽ മക്കളുടെ ജനസംഖ്യ എടുക്കേണ്ടതിന് അവരുടെ മധ്യ ബാധ ഉണ്ടാകാതിരിക്കാൻ വീണ്ടെടുപ്പ് വില കൊടുക്കണം. കണ്ടോ? അപ്പോൾ ബാധ ഉണ്ടാകാതിരിക്കാൻ വീണ്ടെടുപ്പിന്റെ, അത് ധനവാനും കൊടുക്കണം, ദരിദ്രം കൊടുക്കണം. കണക്ക് വെച്ചെന്ന് 1/2 ശെക്കൽ. അയ്യോ പാസ്റ്റർ, എനിക്ക് കാശും ഒന്നുമില്ല, ഞാൻ വളരെ ബുദ്ധിമുട്ട് കൂടാ ഒക്കത്തില്ല, 1/2 ശെക്കൽ കൊണ്ടുവരണം. കൊണ്ടുവന്നേ നോക്കുള്ളൂ. എനിക്ക് കാശ് കണ്ടമാനമുണ്ട്, ഞാനൊരു 50 ശെക്കല് വേണ്ട, 1/2 ശെക്കൽ മതി. ഇതിന്റെ പ്രമാണം എല്ലാവരും കൊണ്ടുവരണം. വീണ്ടെടുപ്പിന്റെ വില, നമ്മുടെ വീണ്ടെടുപ്പ് വിലയേറിയതാ. യേശു ക്രിസ്തുവാണ് നമ്മളെ വീണ്ടെടുത്തിരിക്കുന്നത്, അവിടുത്തെ പരിശുദ്ധ രക്തത്താൽ. അപ്പൊ സഭയിൽ വരുന്നവരേത് കർക്കശമായി പാലിക്കണം. സ്തോത്രം. കാശില്ല, അയ്യോ ഞാൻ ബുദ്ധിമുട്ടില്ല, എനിക്ക് ജോലിയില്ല, കൂലിയില്ല, വേലയില്ല, പിന്നെ എന്നാ നിന്റെ പണി? എന്റെ പണി രാവിലെ ഇങ്ങനെ കസലിരുന്ന് കാലും വെച്ച് ഇങ്ങനെ വിറപ്പിക്കും. അതാണ് പണി. ഇവിടെ ജോലിക്ക് എന്തെല്ലാം സാധ്യതയുണ്ട്, ഇല്ലേ? പ്രായമുള്ള അപ്പനെയും അമ്മയും പിള്ളേരെ അമേരിക്കയിലും ഗൾഫിലും ആയതുകൊണ്ട് അവരെ നോക്കാൻ അവർക്ക് വരാനും ഒക്കത്തില്ല. ആൾക്കാരെ അവർ തപ്പി നടക്കുക. അത് നല്ല പരുവത്തിനുള്ളവരെ കിട്ടുകയാണെങ്കിൽ അവര് ചിലക്ക് നല്ല നയമാണ്. അങ്ങനെ നയത്തിൽ മാതാപിതാക്കളെ നോക്കുന്നവർ, അവർ ചത്ത് കഴിയുമ്പോൾ മുഴുവൻ അടിച്ചു മാറ്റിക്കൊണ്ട് പോകുന്നവരും പിന്നെ എനിക്കറിയാം. സ്തോത്രം.
അത് ഇച്ചിരി നയം കൂടുതലാ. അങ്ങനെയുള്ളവരുണ്ട്. ചില വീട്ടുകാർക്ക് ചിലരെ ബോധിച്ചു കഴിഞ്ഞാൽ നിനക്ക് ദേഹത്തെ ഉറുമ്പ് പോലും തൂക്കാൻ രാവിലെ കളസ വിടുക. ഇങ്ങനെ അങ്ങ് എനിക്ക് ബുദ്ധിമുട്ടാ. നിനക്ക് എന്നാ ബുദ്ധിമുട്ട്? എന്തോ ബുദ്ധിമുട്ട്? നിങ്ങളിപ്പോ പാസ്റ്റർ ആര്യ? ഞാൻ ഒരാളെ അല്ല, മുഴുവനെണ്ണത്തിന് ഉന്നം വെച്ച. സ്തോത്രം. ഒരാളെ അല്ല. ഈ സാഹചര്യമില്ലേ? ഇഷ്ടം പോലെ സാധ്യത. അവിടെ പെട്രോൾ പമ്പിൽ ആളിനെ തപ്പുന്നു. പുളിമൂട്ടിലെ സഹോദരൻ എന്നോട് പറഞ്ഞു, സിസ്റ്റേഴ്സ് വല്ലതും ഉണ്ടെങ്കിൽ ഇവിടെ ജോലിക്ക്. എന്നെ താറാ പോകുന്നു. താറയെ വിട്ടിച്ച് പിന്നെ ജിനുവിനെ എടുക്കാൻ പോവാ. അല്ലെ, എല്ലാവർക്കും സാധ്യതയുണ്ടെന്ന്. സ്തോത്രം. സാധ്യത എവിടെ? സാധ്യത ഇല്ലാത്തത്. പണ്ട് തുരുത്തുമാലി ഉമ്മസാറ് പറയാറ്, കുഞ്ഞുമോനെ, നാളെ ഞാൻ കുഞ്ഞുമോനെ, മനുഷ്യ ജീവിതത്തിൽ ഏറ്റവും വലിയ തകർച്ച തന്നെ ഒന്ന് പുള്ളി പറഞ്ഞു, സാറേ കാശില്ലാത്ത വിഡിത്തം പറയാതെ ജോലി ചെയ്താൽ കാശുണ്ടാകുകയല്ലേ സാറേ. വീടില്ലാത്ത കുഞ്ഞിന് വിഡിത്തം പറയാതെ ഗവൺമെന്റ് ലോൺ കൊടുക്കുന്നുണ്ട് വീട് വെക്കാൻ, 4 ലക്ഷം 5 ലക്ഷം ഒക്കെ. വിഡിത്തം പറയാതെ പിന്നെ എന്നാ സാറേ? കുഞ്ഞൻ പറയാ ഏറ്റവും വലിയ തകർച്ച എന്തോ സാറേ? പഠിക്കാനൊത്തില്ല. അയ്യോ, സ്കൂൾ ഇഷ്ടം പോലെ. ഗവൺമെന്റ് സ്കൂളിലാന്ന് ആൾക്കാർ പിള്ളേരെ ഓടിച്ചിട്ടാ പിടിക്കണം അവിടെ. കാരണം ടീച്ചേഴ്സിന്റെ ജോലി പോകാതിരിക്കാൻ എങ്ങനെയും 10 പിള്ളേരെ കിട്ടി. ഇപ്പം മുട്ട വരാ കൊടുക്കുന്നത്. നമ്മൾ കഴിച്ചപ്പം കഞ്ഞിയും പിന്നെ പയറും എല്ലാം കൂടെ ഒന്നിച്ചിട്ട് അല്ല, കന്നിന് കാടി ഉണ്ടാക്കുന്ന പോലെ അത് ഒരു തന്ന് 2 ചിരട്ടത്തെ വലിയ തവി, ഒരു തള്ളയെ അത് ഒരു തരുന്നത്, ഒരു തവി. പിന്നെ നമ്മൾ കണ്ണ് കാണിക്കും. ഇപ്പൊ കൊച്ചുങ്ങൾക്ക് മുട്ട, പാല് അല്ലേ? സ്കൂൾ ഇഷ്ടം പോലെ ഇല്ലേ? ഇഷ്ടം. നീ പഠിക്കുകയല്ലെന്നേ ഉള്ളൂ. നീ എങ്ങനെയും ഉള്ള പുസ്തകം കത്തിച്ച് കളയണമെന്ന് പറഞ്ഞ സ്കൂളിനൊരു മഞ്ഞോ. അപ്പൊ ചോദിച്ചു, പിന്നെ എന്നാ ഈ രക്ഷ? ഇതിന്റെ കാര്യമല്ല. പുള്ളി പറഞ്ഞത്, കുഞ്ഞുവനെ, ജീവിതത്തിൽ ഏറ്റവും വലിയ തകർച്ച വിവരദോഷികളുടെ നടുവിൽ ജീവിക്കുന്നതാ. ഒരു താലൂക്കിലുള്ള മുഴുവൻ എണ്ണവും വിവരദോഷി. നീ മാത്രം വിവരമായിട്ട് അവിടെ ഒരു രക്ഷയുണ്ടാകുക. അപ്പൊ ഞാൻ പറഞ്ഞതിന്റെ സാരം, എന്ത് സാഹചര്യങ്ങളാണ് നമുക്കുള്ളത് അല്ലേ? ഞാൻ എന്നെയും കൂടെ പ്രതിയാക്കി പറയാം. ചില ദൈവദാസന്മാർ പറയും, അയ്യോ എനിക്ക് ശുശ്രൂഷയൊന്നുമില്ല. ശുശ്രൂഷ തന്നെ ഒരാടെ മൊത്തം കുത്തകയാണോ? 1 ഇരുന്ന് പ്രാർത്ഥിക്കണം അവസരം കിട്ടുമ്പോൾ. 2 വേദപുസ്തകം വായിക്കണം. 3 പരിശുദ്ധാത്മ നിറവിനെ പ്രാപിച്ചോണം. 4 ഈ മറന്നു പോകുന്നുണ്ടെങ്കിൽ അത് കുറിച്ച് വെക്കണം, ഉഴപ്പരുത്. 2 പാട്ട് അറിയാം, 3 മറുഭാഷ അറിയാം, ഒരു പ്രാർത്ഥിച്ചൊരു ഫൽസനെ അറിയാം. അതുകൊണ്ട് നടന്ന രക്ഷപ്പെടുകയല്ല. ഇതുകൊണ്ട് ഇങ്ങനെ നടക്കാം. ഞാൻ അഹങ്കരിച്ച് പറയാന്ന് നിങ്ങൾ ചിന്തിക്കരുത്, അങ്ങനെ തെറ്റിദ്ധരിക്കരുത്. സ്തോത്രം. നല്ലതുപോലെ ദൈവസന്നിധിയിൽ നിന്ന് ജാഗരിച്ചും പ്രാർത്ഥിച്ചും ആ കർത്താവ് ഇതുവരെ കൊണ്ടുവന്നത്. അത് ദൈവകൃപയാണ്. ബൈബിൾ സ്കൂളിൽ പഠിക്കുന്ന ആ സമയങ്ങളെല്ലാം 3 വർഷം ബുധനും വെള്ളി ഞായർ ഉപവാസമായിരുന്നു. കാരണം എനിക്ക് ആ പഠിച്ച കൂട്ടത്തിൽ ഏറ്റവും പരുവക്കേട് ഞാനാ. അതെ, ഒത്തിരി പരുവക്കേടുണ്ട്. ഇംഗ്ലീഷ് വിദ്യാഭ്യാസമില്ല, വസ്ത്രം വേണ്ടതുപോലില്ല, പണമില്ല. സ്കൂളിൽ പഠിക്കാവുന്നതിന് ബുക്കും പേനയൊക്കെ വേണ്ടേ? ഒന്നുമില്ല, മാർഗമില്ല. സ്തോത്രം. അവധിക്ക് വീട്ടിലോട്ട് അങ്ങനെ പെട്ടെന്ന് ചെല്ലാനും ഒക്കത്തില്ല. അവിടെ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, പെന്തിക്കോസിന്റെ ആരംഭ സമയമായതുകൊണ്ട്. എല്ലാം ഞാൻ വിവരിക്കുന്നില്ല. അപ്പൊ ഇരുന്ന് ശരിക്കും പ്രാർത്ഥിക്കും, ഉറക്കമില്ല. ഒരു ബ്രാഹ്മണ സഹോദരൻ ഉണ്ടായിരുന്നു, മോഹനനാർ പോള്. ഇപ്പൊ എവിടാന്നറിയാൻ പറ്റും. കുറച്ചാൾ മുമ്പ് അദ്ദേഹം വലിയ പ്രതികൂലമാണ്, കാർത്തിക പള്ളിക്കാരനാ. ഒറ്റയ്ക്ക് വിശ്വാസത്തിൽ വന്നതാ, വലിയ പ്രശ്നമാണ്. ഞങ്ങൾ 2 കൂടെ ആയിരുന്നു പ്രാർത്ഥിക്കുന്നത്. ഉറക്കമില്ല. രാത്രിയിലൊക്കെ ഇരുന്ന് പോരാടി പ്രാർത്ഥനയാണ്. സ്തോത്രം. അന്നേരം ആത്മീകത്തിന് ആ പ്രഥമ സ്ഥാനം, അതിന്റെ കീഴിലാ ബാക്കി മുഴുവൻ വിഷയവും. സ്തോത്രം. ദൈവമക്കൾ അങ്ങനെ നിന്നേ ഒരു കുഴപ്പവും. നന്നായിട്ട് അധ്വാനിക്കണ്ടേ? നന്നായിട്ട് അധ്വാനിക്കണം. ഏത് വിഷയത്തിലും അധ്വാനിച്ചെങ്കിലേ അതിൽ കൂടി
ആ ലാക്ക് ലൂക്കോച്ചാന്ന് പറഞ്ഞ് നടന്നാലോ? സ്തോത്രം, രക്ഷപ്പെടുകയില്ല. ഞങ്ങൾ ദൈവദാസന്മാരാണെങ്കിലും നന്നായിട്ട് അധ്വാനിക്കണം. വചനത്തിലും ഉപദേശത്തിലും അധ്വാനിക്കണം. പോരാടി പ്രാർത്ഥിക്കണം. എല്ലാറ്റിലും ഉപരി പ്രാർത്ഥനയാണ് അത്യാവശ്യം. അവസരം കിട്ടുമ്പോഴെല്ലാം പ്രാർത്ഥിച്ചോണം. സ്തോത്രം, സ്തോത്രം. എനിക്ക് ചിലപ്പം വീട്ടിൽ ഇരുന്ന് പ്രാർത്ഥിക്കാൻ അവസരം കിട്ടില്ല, ദൂരോട്ട് വണ്ടിയെ പോകാന്ന് ഞാൻ വണ്ടിക്കകത്തിരുന്ന് പ്രാർത്ഥിക്കും. ആ സ്തോത്രം. നമുക്ക് ലഭിക്കുന്ന ഈ ഉഴപ്പരുത്. ഉഴപ്പിക്കഴിഞ്ഞാൽ അവസാനം കാലും കൈവിട്ട് അടിക്കരുത്. ലഭിക്കുന്ന അവസരം നന്നായിട്ട് ഉപയോഗിക്കണം. അണ്ട ഞാൻ ദീർഘമാക്കുന്നില്ല, കർത്താവിന് മഹത്വം. അപ്പോൾ ഇവിടെ ബാധ വരാതിരിക്കാൻ ദൈവത്തിന് സ്തോത്രം. വീണ്ടെടുപ്പിന്റെ വില കൊടുക്കണം. എല്ലാവരും കൊടുക്കണം. ദരിദ്രനും കൊടുക്കണം, ധനവാനും കൊടുക്കണം. ഞാൻ സഭയിലെ ഏറ്റവും പാവപ്പെട്ടവനാണ്. സ്തോത്രം. അവരെല്ലാം സഭയിലെ അങ്ങനെ ഒരു തരംതിരിവില്ല. പാവപ്പെട്ടെങ്കിലും ദരിദ്രനാണെങ്കിലും നീ 6 ശെക്കൽ ഇവിടെ കൊണ്ടുവരണം. ധനവാനാന്ന് വെച്ചാൽ 50 ശെക്കൽ കൊണ്ടുവരിക വേണ്ട. എല്ലാവരും 6 ശെക്കൽ. ഇത് എന്തിനാന്ന് ചോദിച്ചാൽ ദൈവാലയത്തിന് വേണ്ടിയാ, സമാഗമന കൂടാരത്തിന് വേണ്ടിയാണെന്ന് അതിന്റെ ഒടുവിലത്തെ വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇപ്പോൾ വായിക്കുന്നില്ല, സമയത്ത് ഭയപ്പെടുന്നുണ്ടെങ്കിൽ നിർത്താം. അപ്പോൾ വീണ്ടെടുപ്പിന്റെ വില കൊടുക്കണം. എന്തിന്? ആമൻ, ബാധ വരാതിരിക്കാൻ. 8 ബാധ വരാതിരിക്കാൻ ആത്മീകമായി പഠിക്കുമ്പോൾ പരിച്ഛേദന ഏൽക്കണം. അത് യഹൂദനോട് കർക്കശ ഉപദേശം ദൈവം പറഞ്ഞു കൊടുത്തു. നിങ്ങളുടെ ആൺകുട്ടികളെല്ലാം പരിച്ഛേദന ഏൽക്കണം. അബ്രഹാമിനോടുള്ള ബന്ധത്തിൽ ഉൽപ്പത്തി പുസ്തകം 17-ാം അധ്യായത്തിൽ കർക്കശ പ്രമാണം ദൈവം കൊടുത്തു. ആ പരിച്ഛേദന പുറമേയുള്ള പരിച്ഛേദന അത് കർക്കശ പ്രമാണമാ, ബാധ വരാതിരിക്കാൻ. അത് ചെയ്യാഞ്ഞത് കൊണ്ട് വഴിയിൽ പ്രശ്നം വന്നത്. അപ്പോൾ ആ മോശയുടെ ഭാര്യ സിപ്പോറ കൽക്കത്തി എടുത്ത് കുഞ്ഞിന്റെ അഗ്രചർമ്മം കണ്ടിച്ച് കാൽക്കലിട്ട്, നീ എനിക്ക് രക്തമണവാളൻ, സംഹാരകനെതിരിട്ട് വരിക. അത് പുറപ്പാട് പുസ്തകം 4-ാം അധ്യായത്തിന്റെ